ഇന്ന് ഞാൻ വീട്ടിൽ പോയി വരുമ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ തന്നയച്ചിരുന്നു കേട്ടോ. എപ്പോൾ പോയാലും എൻ്റെ ഉമ്മ ഇതേപോലെ എന്തെങ്കിലും എനിക്ക് എൻ്റെ കയ്യിൽ തരും. അതല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളാണ് നമുക്കിങ്ങനെ നമ്മളെപ്പോൾ ചെന്നാലും നമ്മളെ കയ്യിൽ ഇങ്ങനെ തരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മളെ വീട്ടിലില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർ തരുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ. അവർക്കും അതൊരു സന്തോഷമാണ്. അവരുള്ള കാലം നമുക്കൊരു മനസ്സമാധാനമാണല്ലേ. ഇത് നല്ല കയ്പ്പങ്ങ അച്ചാറിട്ടതാണ്. നല്ല ടേസ്റ്റാട്ടോ ഉമ്മാൻ്റെ ഈ അച്ചാർ. അതേപോലെ ഗോതമ്പ് നുറുക്കിൻ്റെ പായസമാണ് പിന്നെ വേറെ തന്നിട്ടുള്ളത്. അതുപോലെ ചെറുപഴം ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായത് തന്നെ. ഈ ഗോതമ്പ് നുറുക്കിൻ്റെ പായസം നല്ല ടേസ്റ്റാട്ടോ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നെയ്യിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടിട്ട്. പൊതുവേ എനിക്ക് ഗോതമ്പ് നുറുക്ക് പായസം ഇഷ്ടമല്ല, പക്ഷെ ഉമ്മ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇത് അവർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് എനിക്ക് എടുത്ത് വെച്ചതായിരുന്നു. അങ്ങനെ അത് കട്ടിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഈ വഴിവക്കത്തുണ്ടാവുമല്ലോ ഈ ശർക്കര മിഠായി എന്നാണ് ഞങ്ങൾ പറയുക. ഈ ജിലേബി ഉണ്ടാക്കി വിൽക്കുക, അതേപോലെ പൊരി. അത് നല്ല വൃത്തിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങി. നല്ല ടേസ്റ്റുള്ള ഉണ്ടായിരുന്നു. ഇത് അതിൻ്റെ ഇടയിൽ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ചൂടുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം. ഈ ശർക്കരയുടേത്, പഞ്ചസാരയുടെ പിന്നെ എനിക്ക് ചൂടുള്ളത് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. പിന്നെ വൈകുന്നേരത്തേക്ക് കുറച്ച് ചെറിയരി ഉണ്ടാക്കുക വെച്ചിട്ട് ചെറിയരിയൊക്കെ എടുത്ത് വെച്ചു, അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ഉമ്മാൻ്റെ ഈ പായസം ഉമ്മ തന്നയച്ച ഈ പായസം ഒന്ന് കുടിക്കട്ടെ വിചാരിച്ചു. നോക്ക് നല്ല കട്ടിയായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ എനിക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു. അതിന് ശേഷം കുറച്ച് കട്ടൻ ചായ കുടിച്ചു. ഈ കട്ടൻ ചായയും ജിലേബിയും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കട്ടൻ ചായ മധുരം കുറഞ്ഞ കട്ടൻ ചായയും അതേപോലെ ജിലേബിയും അതും കുറച്ച് കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഞ്ഞി ആക്കാൻ കാരണം ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡായിരുന്നു. ഇന്ന് ബിരിയാണിയൊക്കെ കഴിച്ചതായിരുന്നു. അപ്പോൾ വിചാരിച്ചു രാത്രി കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാമെന്ന്. രാത്രി അല്ലെങ്കിലും ലൈറ്റായിട്ട് തന്നെ കഴിക്കാറ്. ഈ പായസം ഇപ്പോൾ കാണുമ്പോഴും എനിക്ക് വായിൽ വെള്ളം വരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ നമ്മളെ മാതാപിതാക്കളെ സ്നേഹം കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ അതേപോലെ ഈ ജിലേബി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ എനിക്ക് എന്ത് സാധനങ്ങളും അവിടെ ഉണ്ട്, എനിക്കിഷ്ടമുള്ളതാണെങ്കിൽ അവിടെ എടുത്ത് വെക്കും കേട്ടോ. അതൊക്കെ ഒരു ഭാഗ്യമാണല്ലേ നമുക്ക്. നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ ഉണ്ടാവുക എന്നൊക്കെ ഒരു ഭാഗ്യമാണ്. അവർക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. അതേപോലെ കുറച്ച് പൊരി വാങ്ങിയിരുന്നു, അതും കഴിച്ചു. ഈ പൊരിയിൽ ശർക്കര ഒക്കെ ഇട്ട് കഴിക്കുന്നതാണ്, അതും എനിക്കിഷ്ടം തന്നെയാണ്. അങ്ങനെ അപ്പോഴേക്കും രാത്രിയായി. ചെറിയരിക്കഞ്ഞിയായിരുന്നു ഉണ്ടാക്കിയത്. അതും ഉമ്മ തന്നയച്ച കയ്പ്പങ്ങ അച്ചാറും കൂട്ടിയിട്ട് നന്നായിട്ട് കഞ്ഞി കുടിച്ചു. സത്യത്തിൽ ഈ കഞ്ഞി ഞാനല്ല കുടിച്ചത്, ഇത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്